ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, അപ്പോൾ 13 സീറ്റ് തന്നെ വേണം, അതിൽ 12 സീറ്റിൽ തീരുമാനമായി. അപ്പോൾ പാലായിൽ ജോസ് കെ മാണി, ബാക്കി സീറ്റുകളിലോ? തീർച്ചയായിട്ടും ബാക്കി സീറ്റുകളിലാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 12 സീറ്റുകൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. LDF അത് അനുമതി നൽകിയിട്ടുമുണ്ട്. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം MLA-മാരുടെ സീറ്റുകൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ വിജയിച്ച ആ 5 പേരും ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ജോസ് കെ മാണി പാലായിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അദ്ദേഹം പാലായിൽ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇനി ബാക്കിയുള്ള സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ സീറ്റുകൾ, പിറവം, പെരുമ്പാവൂർ അതുപോലെയുള്ള സീറ്റുകളുണ്ട്, ചാലക്കുടിയുണ്ട്, അതുപോലെ തന്നെ തൊടുപുഴയിൽ ആര് മത്സരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് ജോസ് കെ മാണി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. സാധാരണ ഈ സമയത്തൊക്കെ വലിയ ചർച്ചകൾക്ക് വേദിയാകാറുള്ള പാലായിലെ KM മാണിയുടെ വീടാണ്. ജോസ് കെ മാണി അല്പസമയം മുമ്പാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഒരു പ്രതികരണത്തിനില്ല, സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ബാക്കിയുള്ള സീറ്റിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ തവണ കോടിയേരി പറഞ്ഞിരുന്നത് 13 സീറ്റ് നിങ്ങൾക്കുണ്ട് എന്നാണ്. അന്ന് കുറ്റ്യാടി കോടിയേരിയുടെയും അതുപോലെ തന്നെ അവിടെ പ്രതിഷേധമുണ്ടായതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് വിട്ടുകൊടുത്തത്. 13 സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു കേരള കോൺഗ്രസ് എം. 10 സീറ്റിൽ വിട്ടൊരു കളിയില്ല, 8 സീറ്റാണ് ചുരുക്കാൻ നോക്കിയാൽ ആ സീറ്റ് ഞങ്ങൾ തരില്ല എന്ന് പറയുന്നു കേരള കോൺഗ്രസ് ജോസഫ്. ഇപ്പുറത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.